റിപ്പോർട്ടർ ബ്രേക്കിംഗ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന നിലപാടിൽ ഉറച്ച് കെ സുധാകരൻ. വിട്ടുവീഴ്ചയില്ല. ഹൈക്കമാൻഡുമായുള്ള നിർണായക കൂടിക്കാഴ്ചയ്ക്ക് സുധാകരൻ ദില്ലിയിലെത്തി. സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് മടങ്ങണമെന്ന നിലപാട് നേതൃത്വത്തോട് ഇന്ന് ആവർത്തിക്കും. കണ്ണൂരിലേക്ക് മറ്റാരെയും നിർദ്ദേശിക്കില്ല. പ്രചാരണ രംഗത്ത് നിന്നും മാറി നിൽക്കാനും ആലോചനയുണ്ട്. അതേസമയം കണ്ണൂർ DCCക്ക് മുന്നിൽ വീണ്ടും കെ സുധാകരനെ അനുകൂലിച്ച് ബാനർ. പിണറായി സർക്കാരിനെ താഴെയിറക്കാൻ കോൺഗ്രസിന്റെ പടനായകൻ എത്തുന്നുവെന്നാണ് ബാനറിലെ വാചകം. നോബൽ മാരിക്കാരൻ YS അഭിനന്ദ്, അർജുൻ കല്യാൺ എന്നിവരുണ്ട്. ആദ്യം അഭിനന്ദിലേക്ക്. അഭിനന്ദ്, നമ്മൾ കൊടുത്ത വാർത്ത ഇപ്പോൾ സ്ഥിരീകരിക്കുന്നു. ദില്ലിയിൽ വിമാനമിറങ്ങിയിരിക്കുന്നു കെ സുധാകരൻ. എന്തെങ്കിലും പ്രതികരണത്തിന് സാധ്യതയുണ്ടോ അഭിനന്ദ്? YS അഭിനന്ദ് ദില്ലിയിലുണ്ട്. ദില്ലി എയർപോർട്ടിൽ ഇപ്പോൾ കെ സുധാകരൻ എത്തിയിട്ടുണ്ട്. രാവിലെ 6 മണിക്കുള്ള ഫ്ലൈറ്റിലാണ് കെ സുധാകരൻ കണ്ണൂരിൽ നിന്ന് ദില്ലിയിലേക്ക് പുറപ്പെട്ടത്. ഇപ്പോൾ ദില്ലിയിൽ എത്തിക്കഴിഞ്ഞു കെ സുധാകരൻ. അല്പസമയത്തിനുള്ളിൽ വിമാനത്തിൽ നിന്നിറങ്ങി ദില്ലി വിമാനത്താവളത്തിൽ പുറത്തേക്ക് വരും. അവിടെ കെ സുധാകരൻ മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യതയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അറിയില്ല ചിലപ്പോൾ ഇനി പ്രതികരിക്കുമോ എന്നുള്ളത്. എന്തായാലും സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് മടങ്ങണം എന്നുള്ള ആഗ്രഹം ശക്തമായി തന്നെ അവതരിപ്പിക്കും. മല്ലികാർജുൻ ഖർഗെയുമായി സംസാരിച്ചു എന്നാണ് അറിയുന്നത്. അപ്പോൾ ഇക്കാര്യം സൂചിപ്പിച്ചു എന്നറിയുന്നു. അഭിനന്ദുണ്ട്. അഭിനന്ദ്, ഇപ്പോൾ കണ്ണൂരിൽ നിന്നുള്ള ഫ്ലൈറ്റ് ഡൽഹിയിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. കെ സുധാകരൻ അല്പസമയത്തിനുള്ളിൽ പുറത്തേക്ക് വരും. പുറത്തേക്ക് വരുന്ന കെ സുധാകരൻ പ്രതികരിക്കാൻ സാധ്യതയുണ്ടോ? അരുൺകുമാർ, ആ പ്രതികരണത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്നത്. എന്താകും പ്രതികരണം എന്നതാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത്. ആദ്യ ഘട്ടത്തിൽ അത് VIP ഗേറ്റിൽ വഴി കടന്നു വരുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചത്. ഇപ്പോൾ ഇവിടെ ടെർമിനൽ 3-ലെ 2ാമത്തെ ഗേറ്റിലൂടെ കടന്നു വരുമെന്നാണ് ഉള്ളത്. നേരത്തെ ആദ്യഘട്ടത്തിൽ VIP ഗേറ്റിലൂടെ കടന്നു പോകുമെന്ന് പറഞ്ഞ് നമ്മൾ മാധ്യമപ്രവർത്തകരെല്ലാം അവിടെ എത്തി. പിന്നീട് കാർ ഇങ്ങോട്ടേക്ക് മാറ്റുകയായിരുന്നു. ഇപ്പോൾ ഈ ഗേറ്റ് വഴി കടന്ന് അല്പസമയത്തിന് തന്നെ കെ സുധാകരൻ എത്തുമെന്നാണ് അറിയിച്ച കോൺഗ്രസ് നേതാവ് ഷമാ മുഹമ്മദും ഈ സുധാകരൻ സഞ്ചരിച്ച അതേ വിമാനത്തിലുണ്ടായിരുന്നു. ഷമാ മുഹമ്മദ് അല്പസമയത്തിന് മുമ്പ് ഇവിടുന്ന് ഇറങ്ങിപ്പോയി. നമ്മൾ ചോദിച്ചു സുധാകരൻ എത്തിയോ, മറ്റെന്തെങ്കിലും തരത്തിലുള്ള പ്രതികരണം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഷമാ മുഹമ്മദ് ഒന്നും പറയാതെ തന്നെ പോയിട്ടുണ്ട്. ഏതായാലും നിർണായകമായ ഒരു പ്രതികരണമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് ഉണ്ടാകുക. കണ്ണൂർ DCCക്ക് മുന്നിൽ പിണറായി സർക്കാരിനെ താഴെയിറക്കുവാൻ കോൺഗ്രസിന്റെ പടക്കുതിര കണ്ണൂരിലെത്തുമെന്ന കോൺഗ്രസ് പ്രവർത്തകർ വലിയ രീതിയിലുള്ള ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോൾ എന്താണ് ഹൈക്കമാൻഡിന്റെ തീരുമാനം? കണ്ണൂർ സീറ്റിലേക്ക് കെ സുധാകരൻ എത്തുമോ? MP-മാർ മത്സരിക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് ഇന്നലെ രാത്രിയോടുകൂടി ഹൈക്കമാൻഡ് എത്തിയ സാഹചര്യത്തിൽ എന്താകും പ്രതികരണം എന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്. ഇവിടെ എത്തി ചിലപ്പോൾ പൊട്ടിത്തെറിക്കുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ വീക്ഷിക്കുകയാണ്. അല്പസമയത്തിന് തന്നെ ദില്ലി വിമാനത്താവളത്തിന്റെ 2ാമത്തെ ടെർമിനൽ 3-ലെ 2ാമത്തെ ഗേറ്റിലൂടെ കടന്നു വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഒരു നിർണായകമായ പ്രതികരണമായിരിക്കും ഉണ്ടാകുക. അരുൺകുമാർ, മാധ്യമങ്ങളെ കാണുമോ എന്നുള്ളതാണ് സാധ്യത. വളരെ വളരെ വിരളമാണ്. ചിലപ്പോൾ മാധ്യമങ്ങളെ സമീപിച്ചാൽ കെ സുധാകരൻ പറയുമോ, അതല്ല കോൺഗ്രസ് നേതാക്കളുമായി സംസാരിച്ചതിന് ശേഷമേ തീരുമാനമുണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ്. നമുക്കിപ്പോൾ നോബൽ മാരിക്കാരൻ കൂടി തുടരുന്നുണ്ട്. YS അഭിനന്ദ് തുടരുക അവിടെ. നമുക്ക് ഈ ദൃശ്യങ്ങൾ തന്നെ വെക്കുക. അല്പസമയത്തിനുള്ളിൽ കെ സുധാകരൻ ദില്ലിയിലെ ഡൊമസ്റ്റിക്കിൽ ഇറങ്ങിയിട്ടുണ്ട്. അവിടെ ഇപ്പോൾ പുറത്തേക്ക് വരും. കെ സുധാകരൻ വരുന്നു. കെ സുധാകരനാണോ അത്? അല്ല, കെ സുധാകരനല്ല. കെ സുധാകരൻ അല്പസമയത്തിനുള്ളിൽ ഇപ്പോൾ പുറത്തേക്ക് വരും. പുറത്തേക്ക് വരുന്ന കെ സുധാകരൻ മാധ്യമങ്ങളെ കാണുമോ, അല്ല നേരിട്ട് കോൺഗ്രസ് ആസ്ഥാനത്തേക്ക് പോകുമോ എന്നുള്ളതാണ്. നമുക്ക് കാത്തിരിക്കാം. നമുക്കിപ്പോൾ നോബൽ മാരിക്കാരനുണ്ട്. നോബൽ മാരിക്കാരൻ, ദില്ലിയിലെത്തുന്ന കെ സുധാകരൻ വഴങ്ങുന്നില്ല എന്നുള്ള വിവരമാണ് ഏറ്റവും ഒടുവിലും വരുന്നത്. മല്ലികാർജുൻ ഖർഗെയുമായി സംസാരിക്കുമ്പോഴും അതേ നിലപാട് ആവർത്തിക്കുകയാണ്. സംസ്ഥാന നേതൃത്വത്തിൽ തുടരണം ആണ് ആഗ്രഹം എന്ന് പറയുന്നു. അതായത് തനിക്ക് മത്സരിക്കണം എന്നുള്ളതാണ്. പക്ഷേ ഇത് അംഗീകരിക്കാൻ സാധ്യതയില്ലാത്ത സാഹചര്യത്തിൽ എന്താണ് കെ സുധാകരനിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത്? ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടൊക്കെ മത്സരിക്കാൻ കെ സുധാകരന് കഴിയുമോ? അത് കണ്ണൂരിൽ ഏൽപ്പിക്കുന്ന ആഘാതം ചെറുതായിരിക്കില്ല എന്നുള്ളത് കെ സുധാകരന് തന്നെ അറിയാം. പക്ഷേ പേരാവൂരിൽ സണ്ണി ജോസഫിന്റെ വിജയത്തെ അടക്കം നിശ്ചയിക്കുന്ന ഒരു തീരുമാനം കെ സുധാകരൻ എടുക്കുമോ? അരുൺ, കെ സുധാകരൻ എന്തായാലും സ്വന്തമായി മത്സരിക്കാനുള്ള സാധ്യതയൊന്നും ഈ ഘട്ടത്തിൽ കാണുന്നില്ല. പക്ഷേ അദ്ദേഹം വലിയ സമ്മർദ്ദം ചെലുത്തും എന്നാണ് നമുക്കിപ്പോൾ വ്യക്തമാകുന്നത്. കാരണം നിലപാടിൽ നിന്ന് പിന്നോട്ടില്ല എന്നാണ് സുധാകരൻ വ്യക്തമാക്കിയിരിക്കുന്നത്. താൻ മത്സരിക്കണം എന്നാണ് തന്റെ ആവശ്യം. ആ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. താൻ മത്സരിച്ചെങ്കിൽ മാത്രമാണ് കണ്ണൂരിൽ മറ്റ് സീറ്റുകളിലും വിജയിക്കാൻ കഴിയുകയുള്ളൂ എന്ന നിലപാട് അദ്ദേഹം പങ്കുവെക്കുന്നു. ഇന്നിപ്പോൾ സംസ്ഥാനത്ത് ദില്ലിയിലേക്ക് അദ്ദേഹം അല്പസമയത്തിന് എത്തിയിട്ടുണ്ട്. അദ്ദേഹം അല്പസമയത്തിന് വിമാനത്താവളത്തിൽ പുറത്തേക്ക് വരും. പിന്നീട് നേരെ അദ്ദേഹം വീട്ടിൽ പോയ ശേഷം പിന്നീടാണ് കൂടിക്കാഴ്ചകളൊക്കെ നിശ്ചയിച്ചിരിക്കുന്നത്. മല്ലികാർജുൻ ഖർഗെ, രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഈ കൂടിക്കാഴ്ച
കൂടിക്കാഴ്ചയിൽ അദ്ദേഹം ഈ നിലപാട് കൃത്യമായി തന്നെ പറയും എന്നാണ് നമുക്ക് വിവരം ഉള്ളത്. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിനോടൊപ്പം തന്നെ എംപിമാർ മത്സരിക്കേണ്ടതില്ല എന്നാണ് ഹൈക്കമാൻഡ് പൊതു തീരുമാനം എടുത്തിരിക്കുന്നത്. പക്ഷേ ആ തീരുമാനം ഹൈക്കമാൻഡ് എടുക്കുമ്പോഴും കെ സുധാകരനെ അത് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കെ സുധാകരനെ വരുതിക്ക് ആക്കുക എന്ന് വളരെ പണിപ്പെട്ടായിരിക്കും ഹൈക്കമാൻഡ് ചെയ്യാൻ കഴിയുക എന്ന് ഇപ്പോൾ വ്യക്തമാണ്. കാരണം കെ സുധാകരൻ ഈ നിലപാട് ഉറച്ചു നിൽക്കുന്നു. മാത്രമല്ല കണ്ണൂരിൽ സമ്മർദ്ദം കെ സുധാകരൻ അനുയായികൾ ശക്തമാക്കുന്നു. അത്തരത്തിൽ സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ കെ സുധാകരനെ പൂർണ്ണമായി അവഗണിച്ച് മുന്നോട്ട് പോയാൽ എത്രത്തോളം പ്രതിസന്ധി ഉണ്ടാക്കുമെന്നും പാർട്ടിക്ക് അറിയാം. കാരണം പേരാവൂരിൽ സണ്ണി ജോസഫിന്റെ സാഹചര്യം അടക്കം മങ്ങുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയാൽ വലിയ പ്രതിസന്ധിയാവും. നേരത്തെ സണ്ണി ജോസഫ് KPC അധ്യക്ഷനായി വരുമ്പോഴും കെ സുധാകരൻ അനുകൂലികൾ ഒരു തരത്തിൽ വലിയ പ്രതിഷേധം അവിടെ ഉണ്ടാക്കിയതാണ്, വലിയ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാക്കിയതാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കാലം ആയതുകൊണ്ട് തന്നെ അദ്ദേഹം തീരുമാനം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒപ്പം തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെയുമായി ഇന്നലെ അദ്ദേഹം ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. മല്ലികാർജ്ജുൻ ഖാർഗെ മറ്റ് നേതാക്കൾ, പ്രത്യേകിച്ച് കേരള നേതാക്കൾ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിലെത്തുകയും ഫോണിൽ അദ്ദേഹത്തെ ബന്ധപ്പെടുത്തുകയുമായിരുന്നു. അങ്ങനെ വിളിച്ചിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് കെ സുധാകരൻ ഇപ്പോൾ ദില്ലിക്ക് എത്തിയിരിക്കുന്നത്. അല്പസമയത്തിനകം അദ്ദേഹം വിമാനത്താവളത്തിൽ പുറത്തേക്ക് വരും. എന്താണ് പ്രതികരിക്കുക എന്ന് വളരെ പ്രധാനപ്പെട്ടതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മൗനത്തിലായിരുന്നു കെ സുധാകരൻ ഉണ്ടായിരുന്നാണെങ്കിലും ഇനിയിപ്പോൾ കെ സുധാകരൻ മൗനം വെടിഞ്ഞ് രാവിലെ എന്തെങ്കിലും പറയുമോ എന്ന് പ്രധാനപ്പെട്ടതാണ്. നമുക്ക് എന്തായാലും ഒന്ന് കാത്തു നിൽക്കാം. എന്താണ് കെ സുധാകരൻ പറയാൻ പോകുന്നത്, മാധ്യമങ്ങളെ കാണുമോ അതിനു മുമ്പ് എന്നുള്ളതാണ്. ഉച്ചയോടുകൂടി കാര്യങ്ങൾക്കെല്ലാം ഒരു ക്ലാരിറ്റി വരും എന്നുള്ളതാണ്. ഹൈക്കമാൻഡ് തീരുമാനിച്ചിട്ടുണ്ട്. ഇനി ക്ലാരിറ്റി വരാനൊന്നുമില്ല. കെ സുധാകരനെ ഈ വിവരം അറിയിക്കുകയേ വേണ്ടൂ. പക്ഷേ അത് ആരറിയിക്കും എന്നുള്ളതാണ്. മല്ലികാർജ്ജുൻ ഖർഗെ ഫോണിൽ വിളിച്ച് സംസാരിച്ചു എന്നാണ് അറിയുന്നത്. അത് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ ഒരു ആവശ്യപ്രകാരമായിരുന്നു എന്നുകൂടിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.